ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് അരിപ്പറമ്പിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് യൂട്യൂബിനകത്ത് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു എവിടെയാണ് ഈ വെള്ളച്ചാട്ടം. കാരണം എൻ്റെ അമ്മ വീട് അരിപ്പറമ്പിലാണ്. എല്ലാ അവധിക്കും അരിപ്പറമ്പിൽ വരുന്നതാണ്. അവിടങ്ങളിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ അത് തേടി വന്നതാണ് ഇന്നിവിടെ. അവിടെ വന്നു കഴിഞ്ഞപ്പം ശരിയാണ്, ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഇച്ചിരി നിരാശയായിപ്പോയി. പക്ഷെ നിരാശപ്പെടേണ്ട കാര്യമില്ലേ. കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ടും ഒക്കെ പാകത്തിനായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം പോലെയാണ്. പക്ഷേ ഇതൊന്ന് ക്ലീനായിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അടുത്ത് നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നല്ലതായിട്ട് ഇട്ടാൽ ഭംഗിയുള്ളവരുടെയാണ്. അപ്പോൾ ഇവിടെ അരിപ്പറമ്പ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. അതിലൂടെ വേണം പോകാൻ. അവിടെ പോയിട്ട് തിരിക്കാൻ പറ്റുമോ? അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നാണ് വണ്ടി പോവോ? ഇനിയും പോവല്ല. അതിലൂടെ പോവല്ല. അത് ആ പാടത്തെ കൂടെ ഒന്നും കയറുമല്ല. അതിന്റെ അടുത്ത ഒരു വണ്ടിയിലൊന്നുമില്ല അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? പിന്നെ അങ്ങോട്ട് പോട്ടെ. ഇത് കയറുവോ? പിന്നെ എന്തുകൊണ്ട് കയറുകൂടാ? ഇത്ര കയറിയ പോരെ. എനിക്ക് മേല. ഇനി അങ്ങോട്ടാ അടുത്തോട്ടെ. കോൺക്രീറ്റ് കെട്ടിക്കല്ലേ വഴി, നമുക്ക് വേണ്ടി കോൺക്രീറ്റ് കെട്ടിരിക്കുമല്ലേ. ഇവിടുത്തുകാർക്ക് പോലും അറിയാൻ പറ്റില്ല. ഇത് വീട്ടിലോട്ട് ആരണ്ടര വഴിയാ. ആ വീട്ടിൽ ചെന്ന് പോരാ. അതൊക്കെ പോട്ടെ. ഇതില്ലേ അടുത്തോട്ട് പോട്ടെ. ഇതായിരിക്കും വേണേ. ഇതായിരിക്കും വെള്ളച്ചാട്ടം. ഇതാണ് വെള്ളച്ചാട്ടം. പഴപ്പാങ്കുഴി മഴ പെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇത് തന്നെ ആ പുറലത്തെ കെട്ടിടം നല്ല ശബ്ദമെല്ലാം ഉണ്ട് കേട്ടോ. സാമാന്യ ഇതായിട്ടുള്ളതാണ്. വലിയ ആഴമൊന്നും ഇല്ല. പിള്ളേർക്കൊക്കെ എൻ്റെ അങ്കിളൊക്കെ പണ്ട് ഇവിടെ വന്ന് കുളിക്കുമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ലൊരു തോട്. ഇതാണ് ഒരപ്പാനിയിലേക്കുള്ള ഒരു തോട് കേട്ടോ. ഒരു തോടാണ്. തോടിങ്ങനെ പോവുക. സാമാന്യം ഒഴുക്കൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നിലയൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടും അത് ഇങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ചെന്നങ്ങ് താഴെ ചാടുകയാണ്. പക്ഷെ വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. പക്ഷെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞെന്നാൽ നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഒരപ്പാനി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ചുമ്മാതെ കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് കൊള്ളാം. പക്ഷേ നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉള്ളപ്പം കാണാൻ പറ്റും. എന്താ പറയാനേ, ഞങ്ങൾ ഒരപ്പാനി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിരിക്കുവാണേ. കുഴപ്പമില്ല. ഒരു ഗ്രാമപ്രദേശത്തും ഇങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് കണ്ടേച്ച് പോകാം. ഏതാണേലും ഇത് തന്നെ കാണാനായിട്ടൊന്നും ആരും വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. പക്ഷേ ഇതൊന്നുമില്ല. ചുമ്മാ ഒരു വെള്ളം ഇങ്ങനെ വന്ന് ചാടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചു പിള്ളേർക്കൊക്കെ ഒന്ന് കുളിക്കാനായിട്ടൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. ഡേർട്ടിയാണ്. വലിയ മഴ വെള്ളമൊക്കെ വരുമ്പം അതിനകത്ത് പോകും. പക്ഷേ കാണാനും മാത്രമൊന്നുമില്ല കേട്ടോ.